എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും എല്ലാം ഉപേക്ഷിച്ച് അവൾ വരുമ്പോഴും ഞാനും അവളെ നിർബന്ധിച്ച് തിരിച്ചയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ നന്നാവുമെന്ന് കരുതി അവനെ വിശ്വസിച്ച് ഞാനും കുറെ കാലം കൂടെ നിർത്തിയതല്ലേ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആവശ്യമില്ലാത്ത ഓരോരോ തലവേദനകളുമായിട്ട് ഇപ്പോഴും പുറകെ വരുന്നുണ്ട്. കഴിഞ്ഞ ഒന്നും വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വിനയന്റെ വീട്ടിലേക്ക് കുഞ്ഞിനെ എടുക്കാൻ പോയ സമയത്ത് ഞങ്ങളെ കൂടി അറിയിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. കുട്ടികളുടെ ഭാവി ഓർത്ത പെണ്ണുങ്ങൾ പലതും സഹിക്കാൻ തയ്യാറാവുന്നത്. പിന്നെ സ്വന്തമായി ഒരു നിലനിൽപ്പില്ലാതെ തിരിച്ചു കയറി ചെന്നാൽ സ്വന്തം കുടുംബത്തിനൊരു ബുദ്ധിമുട്ടാവുമെന്ന് അവർ ചിന്തിക്കും. ന്യായം പറയാനും ഉപദേശം തരാനും 100 പേരുണ്ടാവും. പക്ഷേ ഒരു പ്രശ്നത്തിന് കൂടെ നിന്ന് സഹായിക്കാൻ എത്ര പേർക്ക് കഴിയും? ഇതൊന്നും ആരുടെയും കുറ്റമല്ല, ജീവിതത്തിലെ ഓരോരോ അവസ്ഥകളാണ്. അതൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ തരണം ചെയ്തേ പറ്റൂ. വിനയന്റെയും ചീരുവിന്റെയും കാര്യത്തിൽ എല്ലാവരും ചേർന്നൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ചീരുവിന്റെ ജീവിതം വലിയ കഷ്ടമായി പോവും. അതുണ്ടാവാതെ നോക്കണം. അതെ, ഇത്തവണ തന്നെ ചീരു രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടത്. ഞാനും സത്യനും എന്തോ ഭാഗ്യം കൊണ്ടാ കൃത്യസമയത്ത് എത്തിപ്പെട്ടത്. ഏതായാലും അണ്ണനൊന്ന് കാണട്ടെ. അതിനുശേഷം എല്ലാവരും തീരുമാനം എന്താണെന്നറിയാം. ഇങ്ങതാ ചേച്ചി. ചീരു ചേച്ചി വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മക്കളെ കൊണ്ടുവന്നില്ലേ ചേച്ചി? ഇല്ല, അവരയാൾ വിട്ടുവന്നില്ല. അച്ഛാ, ഞാനും ശബരിയേട്ടനും അച്ഛനെ കാണാൻ രാവിലെ വന്നതാ. ശബരിയേട്ടൻ തിരക്കുള്ളതുകൊണ്ട് തിരിച്ചുപോയി. ഞാൻ അച്ഛനെ കണ്ടിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. നിനക്ക് ഇവിടുന്ന് തന്ന സ്വർണം മാറ്റു കുറഞ്ഞതിന്റെ പേര് തന്നെയാണോ നിന്റെ ശബരി നിന്നെയും ഇവിടെ കൊണ്ടുവിട്ടത്? അയ്യോ അച്ഛ, അല്ല. വിനയേട്ടനെ പോലെ ശബരിയേട്ടൻ എന്നെ അതിന്റെ പേരിൽ ഉപേക്ഷിക്കൊന്നുമില്ല. പിന്നെ മായം കണ്ടുപിടിച്ച അതിന്റെ പിന്നിലെ സത്യം എന്തെന്ന് കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമല്ലേ? ശരിയാ, നിങ്ങൾ എല്ലാവരും കൂടി കല്യാശ്ശേരി തറവാട്ടിൽ പോയി മുത്തശ്ശിയോടും കുഞ്ഞമ്മയോടും ചോദിച്ചാൽ മതി. അല്ലാതെ അച്ഛന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചിരിച്ചേച്ചി, മക്കളെ എന്താ കൊണ്ടുവരാൻ? നീ നിന്റെ ഉണ്ണിക്കുട്ടനെ കൊണ്ടുവന്നോ? ഇല്ല, അവൻ അവന്റെ അച്ഛന്റെ വീട്ടിലാ. എന്റെ മക്കളും അവരുടെ അച്ഛന്റെ വീട്ടില്. മാഷ് കുറച്ച് വെള്ളം കൊടുത്തു. അച്ഛനും ഞാനും വന്നിട്ട് ചേച്ചി എന്താ കണ്ടുപോകുന്ന അടിക്കാത്ത? ചേച്ചിക്ക് ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഏയ്, എനിക്കെന്ത് ദേഷ്യം? എനിക്ക് ഇന്ന് തന്നെ തയ്ച്ചു കൊടുക്കേണ്ട ഡ്രസ്സുകളാ ചീരു ഇത്. പട്ടിണിയില്ലാതെ ജീവിച്ചു പോണല്ലോ. സരോജിനി, ചീരുവിനും കുറച്ച് വെള്ളം കൊടുക്ക്. ശരി. നല്ല വിശപ്പും ദാഹവും ഒക്കെ കാണും. കൊടുക്ക്. മോള് വെള്ളം കുടിക്ക്. വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഉടനെ എടുത്തു വെക്കാം. തൽക്കാലം വെള്ളം മതി ആന്റി, വേറൊന്നും ഇപ്പൊ ഇറങ്ങില്ല. അമ്പിളി ചേച്ചി മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണെങ്കിൽ കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഈ വീട്ടിലിപ്പോ 2 അടുക്കളയാ. അമ്പിളി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട ചീരു ചേച്ചി. എന്തൊക്കെയാ ഇവിളി പറയുന്നത്? ഈ വീട്ടില് 2 വെപ്പോ? അതിന് അച്ഛനും രഘുവേട്ടനും അമ്പിളി ചേച്ചി മാത്രല്ലേ ഇവിടെ ഉള്ളൂ. ഇപ്പൊ നിങ്ങളും കൂടി ഇല്ലേ?
എല്ലാവരുടെയും കൂടി കാര്യം നോക്കാൻ അമ്പിളിക്ക് ഇനി പറ്റില്ല. അവൾക്ക് അവളുടെ കാര്യം കൂടി നോക്കണ്ടേ. അതുകൊണ്ട് അവരൊരു പ്രത്യേക കുടുംബമായി കഴിയട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി സരോജിനിയോട് പറഞ്ഞാൽ മതി. സരോജിനി, ചീരുവിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവള് പ്രസവത്തിന് വേണ്ടി സ്വന്തം വീട്ടിലേക്ക് വന്നതാണെന്ന് മാത്രം കരുതിയാൽ മതി. ഓ, ഞാൻ നോക്കിക്കോളാം മാഷ്. അമ്പിളി ചേച്ചി, എന്താ ഇതൊക്കെ? ചേച്ചിക്ക് ഇങ്ങനെ മാറാൻ പറ്റുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചതല്ല ചീരു എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമെന്ന്. പക്ഷെ ആയി കഴിഞ്ഞപ്പോ ഇതൊക്കെ കുറച്ച് നേരത്തെ ആവായിരുന്നു എന്ന് തോന്നുക. വേറൊരു കാര്യം കൂടി പറയാം. ദയം കൂടി കേൾക്കാനാ. ഇനി മുതൽ ഈ വീടിന്റെ പാതി അവകാശം അമ്പിളിക്ക. ബാക്കി പാതി അവകാശം മാത്രമേ അച്ഛനും 4 മക്കൾക്കും കൂടി ഉള്ളൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി നിങ്ങളിവിടെ ജീവിക്കാൻ. അതെങ്ങനെ ശരിയാവും? അച്ഛന്റെ സ്വത്തിന് എല്ലാവർക്കും ഒരുപോലെ അവകാശമില്ലേ? അപ്പോ നീ എന്നോട് അവകാശം ചോദിക്കാൻ വന്നാണോ? ദേ, ഞാനേ അമ്പിളിക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അതിന്റെ പേരിൽ നിങ്ങളൊക്കെ കൂടി എന്നെ വെറുക്കുകയാണെങ്കിൽ വെറുത്തോളൂ. ഇനി അതല്ല, അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വരെ വഴക്കും കൂട്ടം ഒന്നുമില്ലാതെ ഇവിടെ ഒത്തുപോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അച്ഛന്റെ മനസ്സിപ്പോ എന്തും ഉൾക്കൊള്ളാൻ പാകപ്പെട്ടിരിക്കുക. ഓഹോ, കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചു അല്ലേ? വന്നപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ എന്തോ കളി നടന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അമ്പിളി ചേച്ചി. ചീര ചേച്ചിക്ക് ഇതിനെതിരെ ഒന്നും പറയാനില്ലേ? എന്തിനെതിരെ? ഞാൻ ഇതുവരെ നമ്മുടെ അച്ഛനെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അതിനി അങ്ങനെ തന്നെയായിരിക്കും. ചീര ചേച്ചി